Good morning. Okay. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരുന്നു കേട്ടോ. വായിച്ചു നോക്കിയോ അതൊക്കെ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയോ അത്രയും ഭാഗങ്ങള്? കുഴപ്പമില്ലല്ലോ, എല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമുക്കൊരു വലിയൊരു ചാപ്റ്റർ പഠിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എല്ലാരും പേനയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചോ കേട്ടോ. പേനയൊക്കെ എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ തന്നെ എടുത്ത് പിടിച്ചോളൂ. നമ്മളെടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്, മെഡിക്കൽ ടെർമിനോളജി ആണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ ടെർമിനോളജി. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാവരും എടുത്തു വെക്കുക കേട്ടോ. നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വലിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് അതിനകത്ത് പ്രിഫിക്സ് പഠിക്കാനുണ്ട്, സഫിക്സ് പഠിക്കാനുണ്ട്, പിന്നെ കോമൺ റൂട്ട് വേർഡ് പഠിക്കാനുണ്ട്, അബ്രീവിയേഷൻസും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോ നമുക്കത് മുഴുവൻ പഠിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് എക്സാമിന് വരുന്നത്, ഓക്കെ, എക്സാമിന് എല്ലാം നമ്മൾ വായിക്കും. അതുപോലെ തന്നെ എക്സാമിന് വരുന്നത് കേട്ടോ. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് തരാം. അപ്പൊ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അത് ബുദ്ധിമുട്ടില്ല, ഒന്നും മാർക്ക് ചെയ്യുന്നതൊന്നും ബുദ്ധിമുട്ടില്ല. കാര്യം നമ്മള് പഠിച്ച പല ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, പഠിക്കാൻ പറ്റുന്നത് പഠിക്കാം കേട്ടോ. പക്ഷെ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. മെഡിക്കൽ ടെർമിനോളജി ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിലോട്ട് പോയാൽ മതി കേട്ടോ. അപ്പം എന്താണ് മെഡിക്കൽ ടെർമിനോളജി? എക്സാം ടൈം വെച്ചിട്ടാണോ? എനിക്ക് മനസ്സിലായില്ല വിനീഷ് എന്താ ഉദ്ദേശിച്ചത്? എക്സാമിന്റെ ടൈം വെച്ചിട്ടാണോ? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്താ വിനീഷ് ഉദ്ദേശിച്ചേ? ഓക്കെ ഓക്കെ, പറഞ്ഞു വിനീഷ് പറഞ്ഞോ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു. മാം, അതിപ്പോ എക്സാം വരുമ്പോഴും എല്ലാവർക്കും ഒരേ ടൈമിന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് കയറാൻ പറ്റുമോ? എക്സാം എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും. ആണല്ലേ? അതാ ചോദിച്ചത്. അല്ല, പുറത്തേക്ക് പോകുന്നില്ല, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ച ടൈമിന്. ആണോ? വിനീഷ് പുറത്തെവിടെയെങ്കിലും പോവാണോ? ഏട്ടന്റെ അടുത്തേക്ക് പോവായിരുന്നു, അബുദാബി. ഓക്കെ ഓക്കെ, എന്നാ പോകുന്നേ? ടൈം ശരിക്ക് പറഞ്ഞില്ല, അപ്പൊ അതുകൊണ്ടല്ല, ആ ടൈമിനായി പോവാന്നുള്ളത് കൊണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. പിന്നെ എന്താന്ന് വെച്ചാൽ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ലായിരിക്കും. എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടും കേട്ടോ, അവരായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പൊ എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും എക്സാമിന്. ഇൻകേസ് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് എഴുതാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഓഫീസുമായിട്ട് എങ്ങനെയാണെന്ന് ബന്ധപ്പെട്ട് അവരായിട്ട് സംസാരിക്കും കേട്ടോ. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ റോഷന. നമ്മുടെ ചാപ്റ്റേഴ്സ് തീരുമ്പോ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് പറയും കേട്ടോ. എന്തായാലും അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് അറിയിക്കും കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് എന്താന്നുള്ളത് കൃത്യമായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അറിയിക്കും കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആവാം. ഓക്കെ ഓക്കെ, ഇത് മാസം ഇട്ടാറായിരിക്കും, നെക്സ്റ്റ് മന്ത് ഇട്ടാറായിരിക്കും കേട്ടോ. നെക്സ്റ്റ് മന്ത് ഇട്ടാറായിരിക്കും. ഓക്കെ, ഡിഗ്രി രണ്ട് മൊഡ്യൂളുകാർക്കും അല്ല, രണ്ട് മൊഡ്യൂളും ഡിപ്ലോമയ്ക്കും PGക്കും ഒരേ ടൈമിലാവില്ലേ എക്സാം? അല്ല അല്ല അല്ല, അതങ്ങനെ വരില്ല കേട്ടോ. അങ്ങനെ വരില്ല. ഡിപ്ലോമയ്ക്കും PGക്കും ഒരേ സമയത്ത് എക്സാം വരാൻ സാധ്യതയില്ല കേട്ടോ. എക്സാം ഉണ്ടാവും കേട്ടോ. സോ ക്ലാസ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു 2-3 ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഒക്കെ തരും.
അത് കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും കേട്ടോ. മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം, ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്യാനേ. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയെ പറ്റിയിട്ട് പഠിക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ശരിക്കും ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ മെഡിക്കൽ ടെർമിനോളജി. ഈ ഒരു ലാംഗ്വേജ് എവിടെ നിന്നാണെന്ന് അറിയോ ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഇത് ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. ഗ്രീക്ക് അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ഈ ഒരു ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹെൽത്ത് പ്രൊഫഷണൽസിനിടയിൽ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സുമാര്, അങ്ങനെ അവർക്കിടയിൽ ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണിത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും എന്തല്ല, ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് ആയിട്ട് സംസാരിക്കുമ്പോഴോ പേഷ്യന്റ് സംസാരിക്കുമ്പോഴോ ഉപയോഗിക്കുന്നതല്ല. പിന്നെന്താണ്? ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. കുറേം കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ് അല്ലെ, നമ്മുടെ ബോഡി അനാട്ടമി, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസുകള് അല്ലെ, അതുപോലെ നമ്മുടെ എന്താ പറയാ ബോഡിക്ക് വരുന്ന അസുഖങ്ങള് അല്ലെ, ഡിസീസസ്, സിംറ്റംസുകള്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന പ്രൊസീജിയറുകള് അല്ലെ, ഓപ്പറേഷൻ പ്രൊസീജിയറുകള്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർട്ടൈൻ കൈൻഡ്സ് ഓഫ് ടേംസ് ആൻഡ് വേർഡ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ഹ്യൂമൻ അനാട്ടമി അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സുകളായിരിക്കാം, ഓർഗനുകളായിരിക്കാം അല്ലെ, അവയവങ്ങളായിരിക്കാം, അവയ്ക്ക് ബാധിക്കുന്ന അസുഖങ്ങള് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങള്, നമ്മൾ അവിടെ ചെയ്യുന്ന എന്താ പറയുക പ്രൊസീജിയറുകൾ അല്ലെ, നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന സർജറിക്കലായിട്ടുള്ള പ്രൊസീജിയറുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൈൻ കൈൻഡ്സ് ഓഫ് ടേംസ് ആൻഡ് വേർഡ്സിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്തൊരു ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഗ്രീക്ക്, ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് കേട്ടോ. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ കൂടുതലും ഹെൽത്ത് പ്രൊഫഷണൽക്കിടയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ടെർമിനോളജി ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഇനി നമ്മൾ മെഡിക്കൽ ടെർമിനോളജി നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും മെഡിക്കൽ ടെർമിനോളജി പഠിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് 4 കമ്പോണന്റുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, 4 കമ്പോണന്റ്. അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ഇതിന് വരാനില്ല. 4 കമ്പോണന്റുകളാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ മെഡിക്കൽ ടെർമിനോളജിക്കകത്ത്. ഏതൊക്കെയാണ് 4 കമ്പോണന്റുകൾ? ഒന്ന് പ്രിഫിക്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? പ്രിഫിക്സ് ആണ്. രണ്ടാമത്തത് സഫിക്സ് കേട്ടോ. രണ്ടാമത്തത് സഫിക്സ് ആണ്. മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ്, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് വേർഡ് അങ്ങനെയും പറഞ്ഞാൽ മതി കേട്ടോ. റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് അങ്ങനെ പറയാം, എനിക്ക് പറയാം കേട്ടോ. റൂട്ട് വേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആണ്. കോമൺ റൂട്ട് വേർഡ്. പിന്നെ ഒരു കമ്പോണന്റ് ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കമ്പൈനിങ് എ വെർബ്. എന്താണ്? കമ്പൈനിങ് എ വെർബ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പഠിക്കുമ്പോൾ അതിന് നമ്മൾ 4 കമ്പോണന്റുകളായിട്ട് തിരിച്ചു വേണം പഠിക്കാനായിട്ട്. അതാണ് നമുക്ക് എളുപ്പം, പഠിക്കാൻ എളുപ്പം അങ്ങനെയാണ് കേട്ടോ. 4 കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. ആ 4 കമ്പോണന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രിഫിക്സ് കേട്ടോ, രണ്ടാമത്തത് സഫിക്സ്, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ് കേട്ടോ, കോമൺ റൂട്ട് വേർഡ്. നാലാമത് പറയുന്നത് കമ്പൈനിങ് എ വെർബ് ആണ് കേട്ടോ. അല്ലല്ല, മെഡിക്കൽ കോഡ് വ്യത്യാസമുണ്ട് കേട്ടോ. മെഡിക്കൽ കോഡിങ് വേറെയാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി വേറെയാണ്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്
അത് വേറെയാണ് കേട്ടോ. അതിതല്ല, വ്യത്യാസമുണ്ട്. അത് ശരിക്കും കോഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ICD കോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അതല്ല, അത് പഠിക്കാനില്ല. അങ്ങനെ ഓരോ ഡിസീസിനൊക്കെ ഓരോ കോഡ് ഉപയോഗിക്കുന്നതാണ്. ഇത് കോഡല്ല, ഇത് ടേംസ് ആണ്. ശരിക്കും ഒരു ലാംഗ്വേജ് അല്ലേ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കോഡാണ് കേട്ടോ. രണ്ടും രണ്ടാണ്, വ്യത്യാസമുണ്ട് കേട്ടോ. മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ സ്ക്രൈബിങ്, അതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ടെർമിനോളജി വേറെയാണ് കേട്ടോ. ഇതൊരു ലാംഗ്വേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. 4 കമ്പോണന്റുകളാണ്. ഒന്ന് പ്രിഫിക്സ്, 2 സഫിക്സ്, മൂന്നാമത്തത് റൂട്ട് വേർഡ്. പിന്നെ എന്താ പറഞ്ഞത്? 4ാമത്തെ പോലെ പറയുകയാണ് കേട്ടോ, അത് ശ്രദ്ധിച്ച് കേൾക്കുക. മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ്. 4th വൺ പറഞ്ഞത് കമ്പൈനിങ് എ വവൽ ആണ് കേട്ടോ. വവൽസ് ഏതൊക്കെയാ? ഇംഗ്ലീഷിലെ വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാ നമുക്കറിയാം അല്ലെ? AEIOU അല്ലെ? AEIOU അതാണ് എന്ത് ഇംഗ്ലീഷിലെ വവൽ ലെറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും വവൽസ് നമ്മൾ റൂട്ട് വേർഡിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടാ, അതെ AEIOU കേട്ടോ. അപ്പൊ ഈ ഒരു റൂട്ട് വേർഡിന്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാം. ഞാൻ കുറെ പറയാട്ടോ, തുടങ്ങിയിട്ടുള്ളൂ. കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ 4 കമ്പോണന്റുകളായിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത് കേട്ടോ. ഓർക്കുക, പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്, ദെൻ കമ്പൈനിങ് എ വവൽ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ഈ 4 കമ്പോണന്റ് നമുക്ക് മനസ്സിലാക്കണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫിക്സ് എന്ന് പറഞ്ഞത് ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. എന്താണ്? ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. എന്താണ്? പ്രിഫിക്സ് ആണ്. ഓക്കെ, പ്രിഫിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. അപ്പൊ സാധാരണ നമ്മള് പ്രിഫിക്സ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ എഴുതുന്ന സമയത്തോ പറയുന്ന സമയത്തോ നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്ത് പറയില്ല. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ കുറെ പ്രിഫിക്സ് പഠിക്കുന്നുണ്ട്. ഈ പ്രിഫിക്സ് വായിക്കുമ്പോൾ അതൊക്കെ പ്രിഫിക്സുകളാണ് കേട്ടോ. അപ്പൊ A കണ്ടോ, ഒരു ഹൈഫൺ കാണാം. AB ഒരു ഹൈഫൺ കാണാം. അതുപോലെ എബ്ഡോമൻ ചിലതിലുണ്ട്, ചിലതില്ല കേട്ടോ. ചിലത് AD കണ്ടോ, ഒരു ഹൈഫൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹൈഫൺ എന്തിനാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോഴോ എഴുതുമ്പോഴോ അങ്ങനെ ഇതാക്കില്ല കേട്ടോ. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ആ ഹൈഫൺ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് പ്രിഫിക്സ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ടാണ്, തുടക്ക ഭാഗമാണ്. ആ ഒരു പ്രിഫിക്സ് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് മറ്റു പല വേർഡ്സുകൾ അതിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ആ ഹൈഫൺ അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അതായത് ബിഗിനിങ് പാർട്ടാണ് പ്രിഫിക്സ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ അവിടെ ഇട്ട് കാണുന്നുണ്ട് നിങ്ങൾ. ആ ഹൈഫൺ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇയാള് കഴിഞ്ഞിട്ട് ബിഗിനിങ് പാർട്ട് കഴിഞ്ഞിട്ട് ഇയാൾക്ക് എന്താണ് തുടർന്ന് മറ്റു പല ടേംസുകൾ അതിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഹൈഫൺ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രിഫിക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് വായിച്ചിട്ട് പറയാം. അപ്പൊ അത് ഓർത്ത് വെക്കാൻ, ഇറ്റ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞത് പ്രിഫിക്സ് ആണ്. രണ്ടാമത്തത് സഫിക്സ് ആണ്. സഫിക്സ് എന്താണെന്ന് അറിയാം? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് കേട്ടോ. ഇതാണ് എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ സഫിക്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടക്കം. അതെ, ഇത് സഫിക്സ് ആണ്. ഇവിടെ എങ്ങനെയാണ്? തുടക്കമാണ് ഹൈഫൺ വന്നിരിക്കുന്നത് അല്ലെ? തുടക്കം. അതെന്താ സൂചിപ്പിക്കുന്നത്? സഫിക്സ് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗമല്ലേ? അപ്പൊ അവസാന ഭാഗത്താണ് സഫിക്സ് വരുന്നത്. അപ്പൊ അതിന് മുമ്പ് കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് മുമ്പിൽ അവിടെ ഹൈഫൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കുറെ റൂട്ട്സ് കഴിഞ്ഞിട്ട്, കുറെ വേർഡ്സ് കഴിഞ്ഞിട്ട് അതിനെ തുടർന്നാണ് അവസാനത്തെ ആളായിട്ടുള്ള ആര് വന്നിരിക്കുന്നത്? സഫിക്സ് വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് തുടക്കം ഇവിടെ ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിക്കായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്രയാണ് കേട്ടോ പ്രിഫിക്സ്, സഫിക്സ്. ഇനി അടുത്ത ആളാണ് ആര്? കോമൺ റൂട്ട് വേർഡ് കേട്ടോ. ഈ വേർഡ് റൂട്ട് എന്ന് പറയും. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് കേട്ടോ. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് അഥവാ ചീഫ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് എന്താണ്? അത് റൂട്ട് വേർഡ് ആണ്. ഓക്കെ, റൂട്ട് വേർഡ് എന്താണ്? ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് അഥവാ ചീഫ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് എന്താണ്? അത് റൂട്ട് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, റൂട്ട് വേർഡ് ആണ്. പിന്നെ നമ്മൾ വേറൊരാളുടെ കാര്യം കൂടെ പറഞ്ഞു, അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. കമ്പൈനിങ് എ വവൽ അല്ലെ? നമ്മൾ എന്ത് ചെയ്യും?
സാധാരണ ചിലപ്പോൾ ഒരു പ്രിഫിക്സിന്റെ കൂടെയോ അല്ലെങ്കിൽ റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വവ്വല് നമ്മൾ അറ്റാച്ച് ചെയ്താണ് പറയുക കേട്ടോ. ഓക്കെ, അറ്റാച്ച് ചെയ്ത്, അതായത് നമുക്കറിയാം വവ്വൽ സി ഇ ഐ ഒ യു എന്ന് പറയുന്ന വവ്വലുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഒരു 99% നമ്മൾ ചേർക്കുന്ന വവ്വൽ ഓയാണ് കേട്ടോ. ഓയാണ് ഒരു 99% നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓയാണ് അവിടെ ചേർക്കുന്ന വവ്വല്. പിന്നെ ഐ ചേർക്കാറുണ്ട്, ഇ ചേർക്കാറുണ്ട്, വരാറുണ്ട്. പക്ഷെ കൂടുതൽ ഇതാണ് ഓയാണ് ചേർത്ത് കണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയാണ് 4 കമ്പോണന്റുകൾ നമ്മൾ തിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിൽ പെടാത്ത വേറൊരു വിഭാഗം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അബ്രീവിയേഷൻസ് ആണ്. അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചുരുക്കെഴുത്തുകളാണ് കേട്ടോ. ചുരുക്കെഴുത്താണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞപ്പോ PHC അല്ലെ, പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്റർ, അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം ആണ് PHC അല്ലെ, ചുരുക്കെഴുത്തുകൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് മെഡിക്കൽ ടെർമിനോളജിക്കകത്ത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് കുറെ പ്രിഫിക്സ് പഠിക്കാനുണ്ട്, സഫിക്സ് പഠിക്കാനുണ്ട്, കോമൺ റൂട്ട് വേർഡ് പഠിക്കാനുണ്ട്, അവസാനം കുറച്ച് അബ്രീവിയേഷൻസും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. നമുക്ക് മെഡിക്കൽ ടെർമിനോളജി, ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ അല്ലെ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. നമ്മൾ പറഞ്ഞു അല്ലെ, ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഈസ് നോൺ ആസ് മെഡിക്കൽ ടെർമിനോളജി. എന്തെന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഗ്രീക്ക് ഓർ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കേട്ടോ. ഗ്രീക്ക് ലാറ്റിൻ ഈ പറയുന്ന ലാംഗ്വേജിൽ നിന്നാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത്, ആ ഒരു ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കൂ, മെഡിക്കൽ ടെർമിനോളജി ഈസ് എംപ്ലോയ്ഡ് ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് and it is also essential to communicate with the other medical workers അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം എന്താണ്, ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. മെഡിക്കൽ ടെർമിനോളജി ഇസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ബോഡി, എലമെന്റ്സ്, മെത്തേഡ്, സർക്കംസ്റ്റൻസസ് എക്സെട്ര. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹ്യൂമൻ അനാട്ടമി, നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസുകൾ, അവയ്ക്ക് വരുന്ന അസുഖങ്ങൾ അല്ലെ, സിംറ്റംസുകൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറുകൾ, ട്രീറ്റ്മെന്റുകൾ, ഇതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൻ കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആണ് മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, അണ്ടർസ്റ്റാൻഡിങ് ടെർമിനോളജി റിക്വയർസ് words down into their separate components of prefix, suffix and the root word and having a solely practical knowledge of those ones. അപ്പൊ നമ്മൾ ഈ ഒരു മെഡിക്കൽ ടെർമിനോളജി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ സെപ്പറേറ്റ് കമ്പോണന്റുകളായിട്ട് തിരിച്ചു പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കും സൗകര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് കമ്പോണന്റ് ആയിട്ട്, അതായത് പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കമ്പോണന്റുകളായിട്ട് അതിനെ മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും ഭാഗം. അപ്പൊ ഇനി മറക്കരുത് കേട്ടോ. ദിസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഈസ് നോൺ ആസ് മെഡിക്കൽ ടെർമിനോളജി. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഓരോ കമ്പോണന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. പ്രിഫിക്സ് നോക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആദ്യത്തെ സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്, അതായത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. A prefix means a word attached at the beginning of a word. Okay, and it's the beginning part of a medical term that is called a prefix. പല തവണ ചോദിച്ചതാണ് കേട്ടോ. A prefix means a word attached at the beginning of a word കേട്ടോ. അതായത് മെഡിക്കൽ ടെർമിന്റെ ആ ഒരു ബിഗിനിങ് വേർഡ് ആണ്, ബിഗിനിങ് പാർട്ടിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ജനറലി ഡിസ്ക്രൈബ്സ് ദ ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. അത് ഇമ്പോർട്ടന്റ് അല്ല, ഇങ്ങനെ അറിഞ്ഞിരിക്കുക. സാധാരണ എന്തെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി, തീവ്രതയൊക്കെ പറയാനായിട്ടാണ് പൊതുവെ നമ്മൾ പ്രിഫിക്സുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഇനി നോക്കാം, prefixes are often found in general language and in medical as well as scientific terminology. അപ്പൊ ഈ പ്രിഫിക്സ് എന്ന് പറയുന്ന ആള് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ ജനറൽ ലാംഗ്വേജിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്? പ്രിഫിക്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ജനറൽ ലാംഗ്വേജിൽ പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്നതിന് 1-2 എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, എന്താ? ഓട്ടോ പൈലറ്റ്. ഓട്ടോ എന്ന് പറയുന്നത് അവിടെ പ്രിഫിക്സ് ആണ്, ഓട്ടോ പൈലറ്റ്. അതുപോലെ സബ്മറൈൻ അല്ലെ, മറൈന്റെ കൂടെ നമ്മൾ സബ് എന്ന വാക്ക്, അത് പ്രിഫിക്സ്
പ്രിഫിക്സ് ആണ് അവിടെ. സബ്മറൈൻ അല്ലെ, അന്തർവാഹിനി. ട്രൈസൈക്കിൾ, ട്രൈ അവിടെ പ്രിഫിക്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ബൈസൈക്കിൾ, ബൈ എന്ന് പറയുന്നത് അവിടെ പ്രിഫിക്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പ്രീ ഡിഗ്രി, നമ്മൾ പറയാറില്ലേ പ്രീ ഡിഗ്രിക്ക് മുമ്പ് ചെയ്യുക, പ്രീ എന്ന് പറയുന്നത് അവിടെ പ്രിഫിക്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ പറയാറില്ലേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രിഫിക്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ജനറൽ ലാംഗ്വേജിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആസ് വെൽ ആസ് മെഡിക്കൽ ആസ് വെൽ ആസ് സയന്റിഫിക് ടെർമിനോളജിയിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്രിഫിക്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ മെഡിക്കൽ ടേമിലോട്ട് വരുമ്പോൾ അതിനൊരു എക്സാമ്പിൾ അവിടെ പറയാണ്. മെഡിക്കൽ വേർഡ്, ഒരു മെഡിക്കൽ വേർഡ് ആണ് എന്ത്, വെന്റിലേഷൻ. നമ്മൾ പലതവണ കേട്ടിട്ടുള്ള വാക്കാണ് വെന്റിലേഷൻ, വായു പ്രവാഹം എന്നുള്ള അർത്ഥമാണ് അല്ലെ. വെന്റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ. നമ്മൾ ഹൈപ്പർ എന്ന ഒരു പ്രിഫിക്സ് ആ ഒരു വാക്കിന്റെ കൂടെ നമ്മൾ ചേർക്കാണ്. വെന്റിലേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, വായു പ്രവാഹമാണ്. അവിടെ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ ചേർത്ത് എന്താണ്, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് മാറ്റാണ്. അതാണ് ഹൈപ്പർ വെന്റിലേഷൻ ട്ടോ. ദ മീനിങ് ഓഫ് ദ വേർഡ് ഇസ് ചേഞ്ച്ഡ്, ദാറ്റ് ഈസ് ഹൈപ്പർ വെന്റിലേഷൻ. അപ്പൊ മീനിങ് തന്നെ മാറുകയാണ്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വായു പ്രവാഹം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അത് ഒരു സെപ്പറേറ്റ് മീനിങ് ആണ്. ഹൈപ്പർ ഞാൻ പറഞ്ഞു, ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഏതൊരു വാക്കിനെ ഹൈപ്പർ സൂചിപ്പിക്കുന്ന ഹൈ ലെവലിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോ എന്ന് സൂചിപ്പിക്കുന്നത് ലോ ലെവലിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് വെന്റിലേഷൻ എന്ന വാക്കിന്റെ കൂടെ ചേർത്ത് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് മാറ്റുമ്പോൾ അതിന്റെ മീനിങ് അവിടെ മാറി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് അർത്ഥം കേട്ടോ. അതായത് നമ്മൾ വളരെ സ്പീഡിൽ നമ്മൾ ബ്രീത്തിങ് എടുക്കില്ല, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ വെന്റിലേഷൻ എന്ന ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് വായുപ്രവാഹം എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പർ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന ഹൈ ലെവലാണ്. നമ്മൾ ഈ ഹൈപ്പർ എന്ന വാക്ക് വെന്റിലേഷനോട് കൂടി ചേർത്ത് ഹൈപ്പർ വെന്റിലേഷൻ എന്ന ടേമിലോട്ട് എത്തുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. ഓക്കെ, അപ്പൊ മീനിങ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കാം. നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സ്. ഇനി എല്ലാ മെഡിക്കൽ ടേമിനും പ്രിഫിക്സ് ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചിലതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ മെഡിക്കൽ ടേംസിനും പ്രിഫിക്സ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇനി നോക്കാം. To learn to identify a few of the more commonly used medical prefixes, you can make out of the meanings of terms that may not be instantly familiar to you. അപ്പൊ നമ്മൾ പ്രിഫിക്സ് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മെഡിക്കൽ പ്രിഫിക്സ് പഠിക്കണം, അതിന്റെ മീനിങ്ങും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പ്രിഫിക്സ് അതിന്റെ മീനിങ്സ് അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിക്കുക. എന്താണ് പ്രിഫിക്സ് എന്ന് ചോദിച്ചാൽ പറയാ, ഇറ്റ് ഇസ് ദ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മെഡിക്കൽ ടേം. മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് നമ്മൾ ചേർക്കുന്ന വാക്കാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, അത്രയേ ഉള്ളൂ അതിനകത്ത്. അടുത്തതാണ് സഫിക്സ് കേട്ടോ. എന്താണ് സഫിക്സ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Suffixes are used at the end of the medical term, at the end of the words to alter the real meaning. Okay, underline ചെയ്ത് വെക്കാം കേട്ടോ. Ending part of the medical term എന്ന് പറഞ്ഞാൽ എന്താണ്, സഫിക്സ് ആണ് കേട്ടോ. അവസാന ഭാഗം ഉണ്ടല്ലോ മെഡിക്കൽ, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ മീനിങ് തന്നെ നമുക്ക് ആൾട്ടർ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ഇനി നോക്കാം. In medical terminology, a suffix normally point out indicates a procedure, condition, disease or a part of speech. പൊതുവെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡിസീസ്, അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് സ്പീച്ച്, നമ്മൾ സ്പീച്ചിന്റെ ഭാഗമായിട്ടും സഫിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി നോക്കാം. ഒരു എക്സാമ്പിൾ പറയാണ്. എ കോമൺലി യൂസ്ഡ് സഫിക്സ് ഇസ് ഐറ്റിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് തിരുത്തണം കേട്ടോ. ഇറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ എന്ന് ചേർക്കണം കേട്ടോ. ITIS കേട്ടോ. ചേർത്തോ നിങ്ങള്? ഇതങ്ങനെയാണോ? നോട്ടിൽ അങ്ങനെയാണോ എടുക്കുന്നത്? ഇറ്റ്സ് എന്നാണ്, കറക്റ്റ് ആണ്. ഓക്കെ, ITIS എന്നാണ് കേട്ടോ. ഒരു ഐ അവിടെ ചേർക്കണം കേട്ടോ. ഐറ്റിസ് എന്നാണ് കേട്ടോ. അപ്പൊ ഐറ്റിസിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതൊരു സഫിക്സ് ആണ് കേട്ടോ. ഐറ്റിസ്. ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്? അത് തന്നെ ഇൻഫ്ലമേഷൻ എന്നാണ് കേട്ടോ. വീക്കം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഈ ഒരു സഫിക്സിനെ ആർത്രോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിന്റെ കൂടെ നമ്മൾ ഈ ഒരു സഫിക്സിനെ ചേർക്കുകയാണ്. ആർത്രോ എന്ന ആ ഒരു വേർഡിന്റെ കൂടെ നമ്മൾ ITIS എന്ന് പറയുന്ന ആ ഒരു സഫിക്സ് ചേർക്കുമ്പോ എന്തായി മാറി? വിച്ച് മീൻസ് ജോയിന്റ് എന്നുള്ള അർത്ഥം. ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജോയിന്റ് എന്നാണ് കേട്ടോ.
അതന്നെ ശ്രുതി, കറക്റ്റ് ആണ്. ആർത്രൈറ്റിസ് അതിലോട്ടാണ് വരുന്നത്. ആർത്രോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജോയിന്റ് എന്നാണ് കേട്ടോ, സന്ധിയാണ്. ഇനി നമ്മൾ അതിന്റെ കൂടെ ഐറ്റിസ് എന്ന വാക്ക് ചേർക്കുമ്പോൾ ആർത്രൈറ്റിസ് എന്നായി മാറും. ആർത്രൈറ്റിസ് എന്താണ്? സന്ധിവാദമാണ് കേട്ടോ. അതാണ് സന്ധിവാദം. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. അതിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് മലയാളത്തിൽ നമ്മൾ സന്ധിവാദം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം ജോയിന്റ് എന്നാണ്. The word that comes out is the arthritis. അല്ലോ, ഐറ്റിസ് ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നാക്കി. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് എന്നാണ് കേട്ടോ. ജോയിന്റിന് വരുന്ന ഇൻഫ്ലമേഷൻ, ദാറ്റ് മീൻസ് സന്ധിവാദം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആർത്രൈറ്റിസ്, ഐറ്റിസ് കണ്ടോ, അങ്ങനെയുള്ള സഫിക്സുകളാണ്. എൻഡിങ് പാർട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അതാണ് സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് തന്നെ കറക്റ്റ് ആണ് ജ്യോതി. മെനിഞ്ചൈറ്റിസ് കണ്ടോ, ഐറ്റിസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇഷ്ടം പോലെ നിങ്ങൾ പറഞ്ഞു തരും. ഐറ്റിസ് കേട്ടോ, മെനിഞ്ചൈറ്റിസ് ഒക്കെ കറക്റ്റ് ആണ്. അടുത്തത് നോക്കാം കേട്ടോ. Sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make pronunciation easier. എന്താണ് അവിടെ പറയുന്നത്? നമ്മളിപ്പോ ഇവിടെ ആർത്രോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിന്റെ കൂടെയാണ് ചേർത്തത്. അപ്പം സാധാരണയായിട്ട് നമ്മളൊരു സഫിക്സ് ചിലപ്പോൾ ഒരു പ്രിഫിക്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഈ പഠിക്കാൻ പോകുന്ന കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ ചേർക്കും. ഈ റൂട്ട് വേർഡിന്റെ കൂടെ ചേർക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ലാസ്റ്റ് ലെറ്റർ ഐറ്റിസ് ആണ് കേട്ടോ. അതെ തന്നെ ഐറ്റിസ്, ITIS കേട്ടോ, കറക്റ്റ് ആയിട്ട് വെയിനാ. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ആ ലാസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടർ ചെയ്യും, ചേഞ്ച് ചെയ്യും. എന്തിനാ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ടു മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസിയർ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ പറഞ്ഞു നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ആർത്രോ, ആർത്രോ എന്ന പ്രിഫിക്സ് ആണ്, ഓയിലല്ലേ അവസാനിക്കുന്നത്. അതെ, നമ്മൾ അതിന്റെ കൂടെ ഐറ്റിസ് ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായി അല്ലെ. ഓ മാറി എന്തായി മാറി? ഐ ആയിട്ട് മാറി. ശരിയല്ലേ? ഓ അവിടെ ആൾട്ടർ ചെയ്തു അല്ലെ. ആ ലാസ്റ്റ് ലെറ്റർ ആയിരുന്ന ഓ മാറിയിട്ട് ഐ ആക്കി, ആൾട്ടർ ചെയ്തു. നമുക്ക് ആർത്രോയിറ്റീസ് എന്നൊക്കെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ല. ഓ ചേർക്കുമ്പോൾ ആർത്രോയിറ്റീസ് എന്ന് പറയാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാനായിട്ട് ആ ഓയിലൊന്ന് ജസ്റ്റ് ആൾട്ടർ ചെയ്ത് ഐ അവിടെ ചേർക്കുകയാണ് അല്ലെ. അപ്പൊ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ മേക്ക് ദ പ്രൊനൗൺസിയേഷൻ ഈസിയർ. സോ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. It is essential to alter the last letter or letters of the root word or prefix when a suffix is added. ഇതിന് വേണ്ടിയിട്ടാണ് to make the pronunciation easier. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സഫിക്സ് പഠിച്ചു വെക്കാതെ എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ലിറിക്കൽ ടെർമിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ പഠിച്ചത് ഐറ്റിസ്, ITIS ഉണ്ട്. അതിന് ഇഷ്ടം അതുപോലെ തന്നെ വരുന്നതാണ് ലോജി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോജി? LOGY, ബയോളജി, സുവോളജി. ഓക്കെ, ലോജി അല്ലെ, ബയോളജി, സുവോളജി, അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെ, അല്ലെങ്കിൽ പൾമനോളജി, നെഫ്രോളജി, സൈറ്റോളജി, ഹിസ്റ്റോളജി. ഈ ലോജി എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്റ്റഡി ഓഫ് എന്നാണ്. ഇതാണ് സ്റ്റഡി ഓഫ് എന്നാണ്. അപ്പൊ ബയോളജി, സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെ, നെഫ്രോളജി, സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ, അതുപോലെ എന്താണ് ഗാസ്ട്രോ എൻറ്ററോളജി അല്ലെ, സ്റ്റഡി ഓഫ് അബ്ഡോമിനൽ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് തന്നെ ഒഫ്താൽമോളജി, സ്റ്റഡി ഓഫ് ഐസ്. അപ്പൊ ലോജി അതുപോലെ തന്നെയുള്ളൊരു സഫിക്സ് ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം സ്റ്റഡി ഓഫ് എന്ന് പറഞ്ഞിട്ട്. ഐറ്റിസിന്റെ അർത്ഥം എന്താണ്? ഐറ്റിസ് എന്ന് നമ്മൾ പറഞ്ഞു ഇതൊരു ഗ്രീക്ക് വേർഡ് ആണ്. ഐറ്റിസ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് അത്ര ഫെമിലിയർ അല്ല. അതിന്റെ അർത്ഥം അത് ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ വാക്കാണ്. പക്ഷെ അതിന് ഇംഗ്ലീഷ് വേർഡിലോട്ട് മാറ്റുമ്പോൾ അതിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷ് വേർഡ് നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ നമുക്ക് ഗ്രീക്ക് ലാറ്റിൻ വേർഡ് അറിയുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡിനെ പറ്റി എന്തെന്നാ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടെർമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വായിക്കാം. ദ ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് എ വേർഡ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ചീഫ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടെം, ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടെം, എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടെം, സ്റ്റെം ഓഫ് എ ടെം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരം? റൂട്ട് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. അണ്ടർലൈൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നോക്കാം. A root word carries the essential meaning of the word and frequently points out a body part. സാധാരണയായിട്ട് നമ്മൾ റൂട്ട് വേർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡി ഭാഗമായിരിക്കാം നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, വിത്ത് എ കമ്പൈനിങ് ഫോം the root word and a containing vowel like I, E, O or A may be blended with another root word, a prefix or a suffix to describe a particular structure or condition. അതാണ് ഞാൻ പറഞ്ഞത്.
കമ്പൈനിങ് എ വവൽ. നമ്മൾ സാധാരണ റൂട്ട് വേർഡിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ പ്രിഫിക്സിന്റെ കൂടെ ആവാം, അല്ലെങ്കിൽ സഫിക്സിന്റെ കൂടെയോ റൂട്ട് വേർഡിന്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചേർക്കാം, വവൽ ലെറ്റർ നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞ ഈ കൂടുതലും 99% ഉപയോഗിക്കുന്ന ഓയാണ് കേട്ടോ, അല്ലാത്തത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് ഇറഗുലർലി, എക്സാമ്പിളോട്ട് വരികയാണ്. ഇറഗുലർലി യൂസ്ഡ് ടേം EMS. EMS നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആംബുലൻസിൽ പഠിച്ചില്ലേ, എമർജൻസി മെഡിക്കൽ സർവീസ് ആണ് അല്ലെ. ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു EMS സർവീസ് ആണ് അല്ലെ, എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടേം എന്താണ്, EMS ഇസ് CPR അല്ലെ. CPR അതൊരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് അല്ലെ. CPR എന്താണ്, CPR കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. അതാണ് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അല്ലെ. അറിയാതെ CPR കൊടുക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് കാലുകൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് CPR എന്ന് പറയുന്നത് കേട്ടോ. അറിയാതെ നിങ്ങൾക്ക് CPR കൊടുക്കാൻ പഠിക്കേണ്ടത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വാക്കാണ് CPR. CPR which stands for കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് വാക്ക് അല്ലെ. കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ ആ വാക്കിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാണ് കേട്ടോ. When we break it down, കാർഡിയോ ഇസ് എ റൂട്ട് വേർഡ്, ശരിയല്ലേ. കാർഡിയോ ദാറ്റ് ഇസ് എ റൂട്ട് വേർഡ്. ഈ കാർഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയാ, ഗ്രീക്ക് പദമാണ് നമുക്ക് പറയാം. അത് സൂചിപ്പിക്കുന്ന ഹാർട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിനെയാണ് അല്ലെ, കാർഡിയോ അല്ലെ. പൾമണോ ദാറ്റ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലെൻസിനെയാണ് അല്ലെ, ലെൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, കാർഡിയോ ഇസ് എ റൂട്ട് വേർഡ് വിച്ച് മീൻസ് ഹാർട്ട്. ഓക്കെ, അത് അവിടുത്തെ റൂട്ട് വേർഡ് ആണ് അല്ലെ. ശരിക്കും ഒരു ബോഡി ഓർഗൻ അല്ലേ ഇത്, ഹാർട്ട്. അപ്പൊ അതിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് പൾമണറി ഇസ് എ റൂട്ട് വേർഡ് ദാറ്റ് മീൻസ് ലങ്സ് അല്ലെ. ലങ്സ് ആണ്, ശ്വാസകോശത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ CPR നമുക്കറിയാവുന്നതാണ്. ബൈ എക്സിക്യൂട്ടിംഗ് CPR we introduce the air into the lungs and circulate the blood by pressing the heart to revive the patient. അറിയാലോ, CPR നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന നെഞ്ചിൽ അമർത്തി പിടിച്ചിട്ടാണ് നമ്മൾ അതിലൊരു കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ നമ്മൾ ലെൻസിലോട്ട് ശ്വാസകോശത്തിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഹാർട്ടിന് നമ്മൾ റിവൈവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അതിനെ ഒന്ന് എന്താ പറയാ, റിവൈവ് ചെയ്തെടുക്കുകയാണ് അല്ലെ. റീജൻ മീൻസ് അതിനെ ഒന്ന് എന്താ പറയാ, ആർക്ക് കിട്ടണില്ലല്ലോ, റിവൈവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പുനരാരംഭിക്കാനായിട്ട്, റിസ്യൂം ചെയ്യാനായിട്ട് സഹായിക്കാൻ. ഓക്കെ, സം റൂട്ട് വേർഡ്സ് മേ ആൾസോ ബി യൂസ്ഡ് ആസ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ചില റൂട്ട് വേർഡുകൾ പ്രിഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സഫിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ഹെപ്പറ്റോളജി, ഹെപ്പാറ്റോ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് പദമാണ്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്, ലിവർ ആണ് അല്ലെ. അപ്പൊ അത് ഹെപ്പാറ്റ് എന്ന് പറയുന്നത് അതൊരു റൂട്ട് വേർഡ് ആണ്. ഓക്കെ, മനസ്സിലായോ. ഗൈസ്ട്രോളജി എന്നുള്ള ഗൈസ്റ്റർ എന്ന് പറയുന്നത് അതൊരു ഗ്രീക്ക് പദമാണ്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം എന്താണ്, സ്റ്റൊമക്കിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെയാണ് കാർഡിയോ, പൾമണോ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? റൂട്ട് വേർഡ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇതൊക്കെ ഉള്ളൂ. ലാംഗ്വേജ് ഓഫ് ദ മെഡിസിൻ ഈസ് നോൺ ആസ് മെഡിക്കൽ ടെർമിനോളജി പഠിച്ചു വെക്കാം കേട്ടോ. അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, ഗ്രീക്കോ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അത്ര പഠിച്ചു വെക്കാം. ദെൻ പിന്നെ ചോദിക്കുക എന്താണ് പ്രിഫിക്സ്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം, ദാറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ് കേട്ടോ. രണ്ടാമത്തത് എന്താണ് സഫിക്സ്. ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം കേട്ടോ. അതാണ് സഫിക്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ കോമൺ റൂട്ട് വേർഡ്, അത് മീൻസ് ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട്, സ്റ്റെം ഓഫ് എ മെഡിക്കൽ ടേം എന്നൊക്കെ അറിയപ്പെടുന്നത് കോമൺ റൂട്ട് വേർഡ്. അങ്ങനെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് വേറൊരു വിഭാഗം കൂടി ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതാരാണെന്ന് അറിയോ, അബ്രീവിയേഷൻസ് ആണ് കേട്ടോ, ചുരുക്കെഴുത്തുകളാണ്. ഓക്കെ, അബ്രീവിയേഷൻസ് എന്താണ്, ചുരുക്കെഴുത്തുകളാണ് കേട്ടോ. നോക്ക്, abbreviations are the words, underline ചെയ്യാം കേട്ടോ. Abbreviations are the words which are used to shorten the notes or documentation അല്ലെ. നമ്മൾ ഈ പറയുന്ന നോട്ട്സുകള് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ മീൻസ് നമ്മൾ പലതും രേഖപ്പെടുത്തലുകളൊക്കെ ഷോർട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻ. ഒരുപാട് ഇങ്ങനെ നീട്ടി പരത്തി എഴുതുന്നത് നമ്മുടെ കാര്യമില്ല. മെഡിക്കൽ ടെർമിനായാലും ഡോക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് CBC എന്നാണ് എഴുതി തരാം അല്ല. എന്തൊക്കെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞ ഒരു നീട്ടി പരത്തി എഴുതി തരില്ല അല്ലെ. CBC അങ്ങനെ പറഞ്ഞിട്ടല്ലേ അവർ എഴുതി തരാം. എന്താ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അവർക്ക് ആ ഒരു നോട്ട് അത് ഷോർട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ചോദിച്ചിട്ടുണ്ട് these dash are the words which are used to shorten the notes or documentation. എന്താണ് അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. ഇനി നോക്കാം,
When using abbreviations in patient care reports, you have better use only standard accepted abbreviations to avoid the confusion and errors. അത് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് പേഷ്യന്റിന്റെ റിപ്പോർട്ടുകളിൽ അബ്രീവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം ഉപയോഗപ്പെടുത്താനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവർക്ക് ഇത് കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ, എററുകൾ വരാതിരിക്കാനായിട്ട് എപ്പോഴും എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ വായി തോന്നിയ അബ്രിവിയേഷൻസ് എഴുതരുത്. എല്ലാ ആളുകൾക്കും, കാര്യം നമ്മൾ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പല ആളുകൾ പല പല സ്ഥലങ്ങളിലുള്ള എന്താ പറയുക ഹെൽത്ത് പ്രൊഫഷണൽസ് റീഡ് ചെയ്യുന്നതാണ്, അവര് വായിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കി ഇന്റർപ്രറ്റ് ചെയ്യാൻ പാകത്തില്ല. എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് വേണം ഉപയോഗപ്പെടുത്താനായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ദിസ് ലിസ്റ്റ് ഈസ് മീഡ് ടു ഹെൽപ്പ് decipher the documents written by other health care professionals. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് അബ്രിവിയേഷൻ ഉപയോഗിക്കുന്നത് പറയാൻ കാരണം മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കും അത് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. അതുകൊണ്ടാണ് എപ്പോഴും എന്താ പറയാ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അബ്രിവിയേഷൻസ് അവിടെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കൂ, ബിഫോർ യൂസിങ് എനി അബ്രിവിയേഷൻസ് ഇൻ റിപ്പോർട്ട്സ് it is essential to be familiar with the approved use of abbreviations in your local jurisdiction or service area കേട്ടോ. അപ്പൊ നമ്മൾ പൊതുവെ റിപ്പോർട്ടുകളിലൊക്കെ അബ്രിവിയേഷൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ലോക്കൽ ഏരിയയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അതിനെ പറ്റി ആദ്യം നമുക്കൊരു എന്താ പറയുക അറിവുണ്ടായിരിക്കണം. അതിന് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ റിപ്പോർട്ടിൽ അബ്രിവിയേഷൻസ് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. നമുക്ക് തോന്നുന്ന ഒരു അബ്രിവിയേഷൻസ് അവിടെ എഴുതിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും പൊതുവെ ഫെമിലിയർ ആയിട്ടുള്ളതും എല്ലാവരും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ഏതാണോ അത് കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള നോളജ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അബ്രിവിയേഷൻസ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കാര്യം മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അത് വായിച്ചാൽ മനസ്സിലാവണം. അപ്പൊ എല്ലാവർക്കും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് കേട്ടോ. ക്ലിയർ ആയല്ലോ? നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട്സുകൾ, ഡോക്യുമെന്റേഷൻ ഒക്കെ ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാല് നമുക്ക് ഈ എന്താ പറയാ ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ അല്ലേ? പ്രിഫിക്സ് എന്താണ്, അല്ലെങ്കിൽ സഫിക്സ് എന്താണ്, കോമൺ റൂട്ട് വേർഡ് എന്താണ്, എന്തിനാണ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് അല്ലെ? പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അബ്രീവിയേഷൻ എന്താണ്? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് തരാനില്ല. ഇത് വായിച്ച് ഇതിന്റെ മീനിങ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, അത് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സ് ആണ് കേട്ടോ. പ്രിഫിക്സും അതിന്റെ മീനിങ്ങും ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു പേജിനകത്ത് 1 മുതൽ 18 വരെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, 1 മുതൽ 18 വരെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പേന എടുക്കുക, ഞാൻ പറയുന്ന നമ്പേഴ്സ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ആദ്യത്തെ പേജാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, 1 to 18 വരെ ഉണ്ട്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 3 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 3 ടിക്ക് ചെയ്തോളൂ. ടിക്കോ സ്റ്റാർ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും കേട്ടോ. മൂന്നാമത്തെ മാർക്ക് ചെയ്യാം. ദെൻ 9, 9. ഓക്കെ, 9 മാർക്ക് ചെയ്തോളൂ. ദെൻ 13, 13 കേട്ടോ. 13, 14, 14. ദെൻ 17, 17, 18, 18 മാർക്ക് ചെയ്തോ. ആ പേജിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏതൊക്കെയാണ്? 3, 9, 13, 14, 17, 18. ഓക്കെ, ഇൻ കേസ് ഈ ക്ലാസ്സിൽ കേറാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഷെയർ ചെയ്യണം കേട്ടോ. കിട്ടാത്ത ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരോട് ഇത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാനും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ നോക്കാം കേട്ടോ. എ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹൈഫൺ ഇടുന്നതിനുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഇയാള് പ്രിഫിക്സ് ആണ്, തുടക്ക ഭാഗമാണ്. ഇയാളെ തുടർന്ന് കുറെ ആളുകൾ ഇനി പുറകെ വരാനുണ്ട് കേട്ടോ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹൈഫൺ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. എ ഹൈഫൺ ആണ്. എന്താണ് അതിന്റെ മീനിങ് എന്നറിയോ? വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്. ഓക്കെ, ആവശ്യത്തിന്, ഇല്ലാതെ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇല്ലാതെ അല്ലെങ്കിൽ വിത്തൗട്ട് അല്ലെ, വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്. ഓക്കെ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ എ ചേർക്കുന്നത്. ദെൻ അടുത്തത് എ ബി ഹൈഫൺ എന്താണ്? ബിയോണ്ട് എന്നാണ് കേട്ടോ.
ബിയോണ്ട്, അപ്പുറം എന്നൊക്കെയുള്ള അർത്ഥമില്ലേ, അത് ബിയോണ്ട് കേട്ടോ. അടുത്തത് അബ്ഡോമൻ. ശരിക്കും പറഞ്ഞാല് ഇവിടെ ബ്രാക്കറ്റ് അല്ല ശരിക്കും വേണ്ടത്, സ്ലാഷ് ആണ് ശരിക്കും വേണ്ടത്. അങ്ങനെയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതിനകത്ത് സ്ലാഷ് ആണ് വേണ്ടത്, ബ്രാക്കറ്റ് അല്ല. ചേർക്കുന്ന ലെറ്റർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്ലാഷ് ആണ് ശരിക്കും അവിടെ വേണ്ടത്. അബ്ഡോമൻ, അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ മീനിങ്, എന്താ, സ്റ്റൊമക്ക് ആണ് അല്ലെ. ഓക്കെ, ആമാശയത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ, അബ്ഡോമൻ സ്റ്റൊമക്ക് കേട്ടോ. അടുത്തത് എക്രോ. നമ്മൾ ഓ എന്ന വവ്വലാണ് അവിടെ ചേർക്കുക, പൊതുവെ ചേർക്കുന്ന വവ്വൽ ഓ ആണ് കേട്ടോ. എക്രോ, എക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർട്ടൈനിങ് ടു എൻ സിവിയറിറ്റി കേട്ടോ, എന്തെങ്കിലും തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അക്രോമെഗാലി എന്ന് കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി ഭീമാകാരത്വം എന്ന് പറയും കേട്ടോ, ഭീമാകാരത്വം, അക്രോമെഗാലി. നമ്മുടെ ഈ സൊമാറ്റോട്രോപ്പിൻ പോലെയുള്ള വളർച്ചാ ഹോർമോൺ ഉണ്ട്, അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഭീമാകാരിത്വം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വരും. അക്രോമെഗാലി കേട്ടോ, ഭീമാകാരിത്വം. ഓക്കെ, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി. ഓക്കെ, അക്രോമെഗാലി സാധാരണ ആളുകളെക്കാളും വലുപ്പം കൂടുതലായിരിക്കും. നിങ്ങള് ഒരു പരസ്യം ഉണ്ടല്ല നമ്മുടെ 5 സ്റ്റാറിന്റെ തോന്നുന്നു, 5 സ്റ്റാറിന്റെ അല്ലേ, 5 സ്റ്റാറിന്റെ പരസ്യം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിലൊരു വലിയൊരാളെ കണ്ടിട്ടുണ്ട്, അതിലൊരു ബോക്സറാന്ന് തോന്നുന്നു, കണ്ടിട്ടുണ്ടോ നിങ്ങള്? അയാളെ കാണുമ്പോൾ അക്രോമെഗാലിയാണ് ശരിക്കും, കണ്ടിട്ടില്ലേ? അയാളെ ശരിക്കും തോന്നുന്നു ബോക്സറാന്ന് തോന്നുന്നു, ബോക്സറോ എല്ലാരും എന്താ പറയാ, ഗുസ്തിയോ അങ്ങനെ എന്തോ സംഭവത്തിലുള്ള ആളാണ്. പുള്ളി പരസ്യത്തിലുണ്ട്, 5 സ്റ്റാറിലാണ്. ഒരു കെമിക്കൽ ലാബിലോട്ട് വരുമ്പോ അങ്ങനെ തട്ടിപ്പോലെ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ല? അതൊരു ഭീമാകാരത്വമാണ് കേട്ടോ, അക്രോമെഗാലിയാണ്. ദാറ്റ് മീൻസ് പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി ആണ്, അല്ലെങ്കിൽ തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടത്. എന്ന് വെച്ചാൽ ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരുന്ന ഒരു അവസ്ഥയാണ്, സിവിയറിറ്റിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി. ദെൻ അടുത്തത് എ ഡി, എ ഡി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എ ഡി എന്താണ് മീനിങ്? ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ, ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, എളുപ്പമായിരിക്കും. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കതും നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാണോ എന്ന് വിചാരിക്കേണ്ട. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാക്കുകളും കുറെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് ഇതിനകത്ത് വന്നു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, എഡിനോ. ഓക്കെ, എഡിനോ കേട്ടോ. എഡിനോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫറിങ് ടു എ ഗ്ലാൻഡ് ആണ് കേട്ടോ. അഡിനോയിഡ് ഗ്ലാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങള്? അഡിനോയിഡ് ഗ്ലാൻഡ് നമ്മുടെ നേസൽ കാവിറ്റി ഉണ്ടല്ലോ, നമ്മുടെ നേസൽ കാവിറ്റിയുടെ പുറകു ഭാഗത്ത് നിയർ ദ ത്രോട്ട്, നമ്മുടെ ത്രോട്ടിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡിനോയിഡ് ഗ്ലാൻഡ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് വലിപ്പം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുട്ടികളുടെ ഒക്കെ അവർക്ക് ഈ മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സാധാരണ രീതിയിൽ അത് വലുതാവുന്നതോറും ചുരുങ്ങി പോകേണ്ടതാണ്. പക്ഷെ ഈ ഗ്ലാൻഡ് ഇങ്ങനെ വലുതായി വന്നു കഴിഞ്ഞാല് നമുക്ക് മൂക്കിലൂടെ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കുട്ടികളിലൊക്കെ പൊതുവെ ഈ പ്രശ്നം കാണാറുണ്ട്. അപ്പൊ മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോ പിന്നെ അവർ ഇങ്ങനെ വായ തുറന്നു വെച്ച് ഉറങ്ങണം കണ്ടിട്ടുണ്ടാവും. വായിലൂടെയാണ് ഇത് ശ്വസിക്കുന്നുണ്ടാവുക. പിന്നെ മാത്രമല്ല അതല്ലാണ്ടിനോട് ദശവളർച്ച അതല്ലേ. പിന്നെ അത് വലുതായി വരുമ്പം ഇവരുടെ ഈ മോള് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരാനായിട്ട് തുടങ്ങും. ഡോക്ടേഴ്സ് കുട്ടികളെ കാണുമ്പോൾ പറയും, ഇങ്ങനെ മോളെ പൊന്തി വരുമ്പോൾ പറയും, ഇങ്ങനെ അഡിനോയിഡിന്റെ ഒന്ന് ചെക്ക് ചെയ്യണോട്ടോ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ. അഡിനോ കേട്ടോ. ഓക്കെ, ഓക്കെ സെലക്ഷൻ അഡിനോ കേട്ടോ. റെഫറിങ് ടു എ ഗ്ലാൻഡ് ആണ് കേട്ടോ. അഡിനോയിഡ് ഗ്ലാൻഡ് ഓർത്താൽ മതി. പിന്നെ ആൻ. ഓക്കെ, ആൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് തന്നെ നമ്മൾ എ ഹൈഫൺ തന്നില്ലേ, അതേ മീനിങ് തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ്, അതാണ് കറക്റ്റ് കേട്ടോ, അതാണ് കറക്റ്റ്. അഡിനോ ബ്രാക്കറ്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞു, സ്ലാഷ് ആണ് കേട്ടോ. സ്ലാഷ് ആണ് കറക്റ്റ് കേട്ടോ, ബ്രാക്കറ്റ് അല്ല. നമ്മൾ തിരുത്തി വിട്ട ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റ് അല്ല, ശരിക്കും ഒരു സ്ലാഷ് ആണ്. നമ്മൾ കംപ്ലൈൻ ചെയ്ത് വവ്വലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റ് അല്ല, നിങ്ങളുടെ കയ്യിലുള്ളതാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ വിത്തൗട്ട്, അതിന്റെ അർത്ഥം ഫോർ വാണ്ട് ഓഫ്. ഓക്കെ, നമ്മളിപ്പോ അനീമിയ എന്നൊക്കെ പറയുന്നത്, അനീമിയ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ബ്ലഡ് ആണ്. ഒരു ബ്ലഡ് കുറയുന്ന ഒരു അവസ്ഥയാണല്ലോ വിളർച്ച എന്നൊക്കെ പറയുന്നേ. അങ്ങനെ ഓർത്തത്, ഇപ്പൊ വിത്തൗട്ട് ബ്ലഡ് ആണ്, ആവശ്യത്തിന് ഇല്ല, ബ്ലഡ് വേണ്ടത്ര രീതിയിൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ലാക്റ്റിക് എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. അന, അന, അന എന്ന് പ്രിഫിക്സ് ആണ്. എന്റെ അർത്ഥം എന്താണ്? അപ്പ് അല്ലെങ്കിൽ ബാക്ക്. വൺ മോർ ടൈം, അനാബോളിസം എന്നൊക്കെ പറയും കേട്ടോ. അനാബോളിസം അതൊന്നും എഴുതി വെക്കണ്ട കേട്ടോ, അതൊന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അനാബോളിസം എന്ന് പറഞ്ഞാൽ
ബിൽഡിംഗ് അപ്പ് ദ മോളിക്യൂൾസ് എന്നാണ് കേട്ടോ. മോളിക്യൂൾസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുക, അപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് അന. ഓക്കെ. ആൻജിയോ, ആൻജിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം കേട്ടിട്ടില്ലേ? ആൻജിയോ അല്ലെ, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ആ ബ്ലഡ് വെസലിലുള്ള ബ്ലോക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടും. ആൻജിയോ എന്താണ്? വെസൽ ആണ് കേട്ടോ, വെസൽ. വെസൽ മീൻസ് ബ്ലഡ് വെസൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ബ്ലഡ് വെസലിലുള്ള ബ്ലോക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ആൻജിയോ കേട്ടോ, വെസൽ. അടുത്തത് ആന്റി, ആന്റി, ANTE, ആന്റി. പ്രയർ ടു, ഫോർവേഡ്, ആന്റീരിയർ അല്ലെ, പോസ്റ്റീരിയർ എന്നൊക്കെ പറയില്ല. ആന്റീരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകൾ ഭാഗമാണ് അല്ലെ, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ഭാഗമാണ് കേട്ടോ. അപ്പൊ ആന്റി, ആന്റി മീൻസ് പ്രയർ ടു, മുകളിൽ, അല്ലെങ്കിൽ ഫോർവേഡ്, മുന്നോട്ട്, അത് തന്നെ ആന്റിനാറ്റൽ, അത് തന്നെ കേട്ടോ. ആന്റിനാറ്റൽ കറക്റ്റ് ആണ് കേട്ടോ. ആന്റിനാറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആന്റിനാറ്റൽ അത് തന്നെ. ബിഫോർ ബർത്ത്, ഓക്കെ, ബിഫോർ ബർത്ത് അല്ലെ, മുന്നേ അല്ലെ, അതാണ് അർത്ഥം. പ്രയർ ടു, ആന്റിനാറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്തിന് മുമ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രയർ ടു, ഫോർവേഡ്. അടുത്തത് ആന്റി, ANTI ആണ് കേട്ടോ. ആന്റി, ആന്റിബയോട്ടിക് അല്ലെ, ആന്റിജൻ ഒക്കെ നമ്മൾ പറയില്ലേ, എന്താണത്? അവേഴ്സ് ടു, ഫോർവേഡ്. അവേഴ്സ് ടു മീൻസ് ഒരു വിമുഖതയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോർവേഡ്, ആന്റിബയോട്ടിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അടുത്തതാണ് ആർട്ടീരിയോ. ഓ എന്ന് പറയുന്ന വവ്വലാണ് പൊതുവെ നമ്മൾ ചേർക്കാറുള്ളത് കേട്ടോ. ആർട്ടീരിയോ എന്താണ്? ആർട്ടറി ആണ്, ആർട്ടറി, ധമനി എന്നൊക്കെ നമ്മൾ പറയില്ല, ആർട്ടറി. ഓക്കെ. പിന്നെ ആർത്രോ, ആർത്രോ, ആർത്തോ എന്നാണ് കേട്ടോ എഴുതി വെച്ചിരുന്നത്. ആർത്തോ, ആർത്രോ എന്നാണ് കേട്ടോ, ആർത്രോ എന്നാണ്. THRO ഉണ്ട് കേട്ടോ, ആർത്തോ. ഓക്കെ. ആർത്തോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആർത്രോ പെർട്ടൈനിങ് ടു എ ജോയിന്റ് ആണ് കേട്ടോ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സന്ധി, നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ, ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓട്ടോ, ഓട്ടോ വൺ സെൽഫ്, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് നമ്മൾ പറയില്ലേ, സ്വയം പ്രതിരോധ ശേഷി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയില്ലേ, ഓട്ടോ ഇമ്മ്യൂൺ. ഓക്കെ. ഓട്ടോ മീൻസ് വൺ സെൽഫ് അല്ലെ. ഓട്ടോ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ വൺ സെൽഫ്, സ്വയം ചെയ്യുന്ന കാര്യമാണ്. ബൈ അറിയാലോ നിങ്ങൾക്ക്, BI നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാം അല്ലെ. ബൈസിക്കിൾ എന്നൊക്കെ നമ്മൾ പറയാല്ലേ, 2 ആണ് അല്ലെ, 2 ആണ് കേട്ടോ. അടുത്തത് ബയോ, ബയോ എന്താണ്? ബയോളജി ഓർത്താൽ മതി. ബയോളജി എന്താണ്? ബിലോങ്ങിങ് ടു ലൈഫ് ആണ് ബയോ അല്ലെ. ബയോ എന്ന് പറയുന്നത് എന്താ? ബിലോങ്ങിങ് ടു ലൈഫ്, ബയോളജി ഓർത്താൽ മതി കേട്ടോ. അടുത്തത് ബ്ലാസ്റ്റോ, ബ്ലാസ്റ്റോ സാധാരണ നമ്മൾ ചേർക്കുന്ന മൊബൈൽ ഓയാണ് കേട്ടോ, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ബ്ലാസ്റ്റോ, ജേം ഓർ സെൽ എന്നാണ് കേട്ടോ. ബ്ലാസ്റ്റോമൈക്കോസിസ് എന്നൊക്കെ പറയും. ബ്ലാസ്റ്റോമൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ബ്ലാസ്റ്റ് മീൻസ് ജേം ഓർ സെൽ കേട്ടോ, ജേം ഓർ സെൽ എന്നാണ് അർത്ഥം. ബ്ലിഫാറോ, ഓയാണ് നമ്മൾ സാധാരണ ചേർക്കുന്ന പമ്പ് കേട്ടോ. ബ്ലിഫാറോ, ബ്ലിഫാറോ, ബ്ലിഫാറോ എന്നാണ് പറയുക. എന്താണ്? ബിലോങ്ങിങ് ടു ഐലിഡ് കേട്ടോ, നമ്മുടെ കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ബ്ലിഫാറോപ്ലാസ്റ്റി, നമ്മളത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ പറഞ്ഞു തോന്നുന്നു. ബ്ലിഫാറോപ്ലാസ്റ്റി നമ്മുടെ ഐലിഡ്, കൺപോളകൾ ഉയർത്തുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ്. നമ്മൾ തന്നെ ബ്ലിഫാറോപ്ലാസ്റ്റി എന്നാണ്. ബ്ലിഫാറോ എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കുക, ദാറ്റ് ഈസ് ബിലോങ്ങിങ് ടു എൻ ഐലിഡ് ആണ് കേട്ടോ, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ മാർക്ക് ചെയ്തതിനോട് ഞാൻ പറയാണ് 3, 9, 13, 13 കേട്ടോ, 14, 17, 18. ഓക്കെ. ഓക്കെ, 6 കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. 3, 9, 13, 14, 17 ആൻഡ് 18. ഓക്കെ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ, അടുത്ത പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജില് 19 തൊട്ട് നമുക്ക് 42 വരെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അതെ 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 അഞ്ജലി, ആർത്രോ എന്നാണ് കേട്ടോ, ആർത്രോ. അപ്പൊ നമുക്ക് 19 to 42 വരെയാണ്. അതിനകത്ത് മാർക്ക് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറയുന്ന നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 28 കേട്ടോ, 28 കേട്ടോ, മാർക്ക് ചെയ്തോളൂ. 28, 31, 31, 31, 32, 32, 34, 34, 39, 39, then 41, 41. മാർക്ക് ചെയ്യാം കേട്ടോ, ഇവിടെ പറയാം. 28, 31, 32, 34, 39, 41. കിട്ടിയോ? മാർക്ക് ചെയ്തോ? 28, 31, 32, 34, 39 and 41. ഓക്കെ, മാർക്ക് ചെയ്തു. ഇതെന്തായാലും പഠിക്കണം കേട്ടോ, എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇതെന്തായാലും പഠിക്കണം. ബാക്കിയുള്ള പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പഠിക്കുന്നവർക്കൊക്കെ ഇരുന്ന് പഠിക്കാം. പക്ഷെ ഈ മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് വായിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബ്രാഡി ആണ് കേട്ടോ, 19ാമത്തെ ബ്രാഡി. ബ്രാഡി മീൻസ് ഡൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
ഡള്ള് എന്നാണ് കേട്ടോ. കാൽക്ക് CALC കാൽക്ക്. സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ എന്നാണ് കേട്ടോ. സ്റ്റോൺ കല്ല് അല്ലെങ്കിൽ ഹീൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. പിന്നെ കാർഡിയോ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. കാർഡിയോ എന്ന് പറയുന്നത് എന്താണ്? ബിലോങ്ങിങ് ടു ഹാർട്ട്, നമുക്ക് അറിയാലോ കാർഡിയോളജി. സെഫാലോ എൻസെഫലോഗ്രാം, EEG, ഇലക്ട്രോ എൻസെഫാലോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ബിലോങ്ങിങ് ടു ഹെഡ്. നമ്മള് ഇത് പറയില്ലേ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയാം. സെഫാലോ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അല്ലെ. ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതാണ് EEG. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. സെഫാലോ ബിലോങ്ങിങ് ടു ഹെഡ് ആണ്. സെറിബ്രം കേട്ടിട്ടില്ലേ? എന്താണ്? നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ സെറിബ്രം അല്ലെ. സെറിബ്രോ ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലെ. നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന്. ഏറ്റവും മേജർ ഭാഗമാണ് സെറിബ്രം എന്ന്. സെർവിക് ഓയാണ് സാധാരണ ചേർക്കണം. സെർവിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സാധാരണ ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് കേട്ടോ. നെക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് യൂട്രൈൻ സെർവിക്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കണക്ഷൻ ഓഫ് വാജിന ആൻഡ് യൂട്രസ്. യൂട്രസിനെ വാജിനയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് സെർവിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡെലിവറി ടൈമിലൊക്കെ അവരോട് പറഞ്ഞേക്കാം സെർവിക്സ് എന്ന് പറഞ്ഞേക്കാം കേട്ടോ. സെർവിക്കോ ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ് ആണ് കേട്ടോ. ഓക്കെ. കൊളെ ഓർക്കാൻ എളുപ്പമാണ്. കൊളസ്ട്രോൾ ഓർത്താൽ മതി കേട്ടോ. കൊളസ്ട്രോൾ അല്ലെ. കൊളെ മീൻസ് ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ അല്ലെ. നമ്മുടെ എന്താ പറയാ ബൈൽ, നമ്മുടെ ലിവറില് ഫാറ്റ് ആയിട്ട് ഓർത്താൽ മതി. നമ്മുടെ ലിവറിലെ ഫാറ്റ് ഇങ്ങനെ അടങ്ങി കൂടുന്നേ. അപ്പൊ ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ ആണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺട്രോ ഓയാണ് സാധാരണ ചേർക്കുന്ന കമ്പനി കേട്ടോ. കോൺട്രോ ബിലോങ്ങിങ് ടു കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്ന് വെച്ചാൽ തരുണാസ്ഥി എന്ന് പറയും കേട്ടോ. തരുണാസ്ഥി ഇതിനെയാണ് കാർട്ടിലേജ് കേട്ടോ. കോൺട്ര ബിലോങ്ങിങ് ടു കാർട്ടിലേജ് കേട്ടോ. തരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സർക്കം എന്ന് പറയുന്നത് എന്താണ്? ഓൺ ഓൾ സൈഡ്സ്, എല്ലാ സൈഡും എബൌട്ട് തുറത്താൽ മതി. സർക്കംഫറൻസ് എന്ന് പറയില്ലേ നമ്മൾ? ചുറ്റുള്ള അളവല്ലേ ചുറ്റളവ്. സർക്കംഫറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം. അത് മെഡിക്കൽ ടേം അല്ലാണ്ടെങ്കിലും ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സർക്കംഫറൻസ് എന്ന് ഓർത്താൽ നമുക്ക് മീനിങ് കിട്ടും. ഓൺ ഓൾ സൈഡ്സ് ചുറ്റുള്ള അളവാണ് എല്ലായിടത്തും കേട്ടോ. എബൌട്ട്. കോൺട്ര എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? കോൺട്രാസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന ഗുളികകളാണ് അല്ലെ. കോൺട്രാസെപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ് ദ പ്രഗ്നൻസി, അതിന് വേണ്ടി കഴിക്കുന്നതാണ് കോൺട്രാസെപ്റ്റീവ്. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. കോൺട്ര എഗെയിൻസ്റ്റ് ആണ്, മീൻസ് പ്രിവെന്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അതിനെ പ്രിവെന്റ് ചെയ്യുന്ന, അതിനെ ഓപ്പോസ് ചെയ്യുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അതൊന്നും ചോദിക്കുന്നില്ല. കോൺട്ര എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് കേട്ടോ. കോസ്റ്റ് ഓയാണ് സാധാരണ ചേർക്കണ മൊബൈൽ കേട്ടോ. ബിലോങ്ങിങ് ടു റിബ് എന്താ? വാരിയലാണ് കേട്ടോ. അതൊക്കെ വാരിയലുകളില്ലേ റിബ് കേട്ടോ. അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ കോൺട്ര നമ്മൾ പറഞ്ഞു കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് റിബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഭാഗം, ചെസ്റ്റിന്റെ ഈ ഭാഗം, ഈ റിബിന്റെ ഏരിയയാണ്. അവിടെ ഒരു കാർട്ടിലേജ്, അവിടെ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അവിടെ ഇങ്ങനെ എന്താ പറയാ ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരും. ശ്വാസമൊക്കെ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. അപ്പൊ അതൊരു അങ്ങനെ പറയാറുണ്ട്. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് നമുക്ക് പറയും. നിങ്ങൾക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് മാത്രം. കോസ്റ്റ് കേട്ടോ. ബിലോങ്ങിങ് ടു എ റിബ് ആണ്, വാരിയന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സയാനോ എന്താണ്? ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ആണ്. സയാനോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് വേണ്ടത്ര അളവിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ബ്ലൂയിഷ് കളറാവും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ സയാനോസിസ് എന്നാണ് പറയാം. പ്രത്യേകിച്ച് നമ്മൾ COPD ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ സിവിയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള അളവിൽ ഓക്സിജൻ കിട്ടൂല നമ്മുടെ ശരീരത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്ലൂയിഷ് കളർ വരും. ആ ഒരു അവസ്ഥയിലാണ് സയാനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സയാനോ എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിസ്റ്റോ എന്താണ് ശരിക്കും? റിലേറ്റിംഗ് ദ ബ്ലാഡറുമായിട്ട്. ബ്ലാഡർ എന്ന് വെച്ചാൽ ശരിക്കും ഒരു സാക്ക് അല്ലെ. സഞ്ചി എന്നൊക്കെ പറയില്ലേ, സാക്ക്, ഫ്ലൂയിഡ് ഫീൽഡ് സാക്ക്. അതിനെയാണ് നമ്മൾ സിസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. സിസ്റ്റ് അതല്ലാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. സിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയില്ലേ, സാക്ക് പോലെ, സഞ്ചി പോലെ, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള സാക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. യൂറിനറി ബ്ലാഡർ. ഓക്കെ. സിസ്റ്റ് കേട്ടോ. സൈറ്റോ നമ്മൾ പഠിച്ചതാണ്. സൈറ്റോളജി പഠിച്ചിട്ടില്ലേ? സ്റ്റഡി ഓഫ് സെൽ ആണ്. സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ കേട്ടോ. അടുത്തത് TE
ടി ഈ ഹൈഫൺ ആണ്, ടൗൺ ഫ്രം എന്നാണ് കേട്ടോ. ടൗൺ ഫ്രം ആണ്, താഴെ നിന്ന് കേട്ടോ. ഡെർമാറ്റോ, ഡെർമറ്റോളജി നമ്മൾ പഠിച്ചതാണ്. എന്താണ്? റിലേറ്റീവ് ടു ദ സ്കിൻ ആണ് അല്ലെ, ഡെർമാറ്റ് കേട്ടോ. ഓയാണ് സാധാരണ ചേർക്കണം ബൊബർ, അതന്നെ ഡെർമറ്റോളജി. ഡൈ അറിയാലോ, ഡി ഐ ഡൈ അറിയാലോ. 2 times ഡബിൾ എന്നുള്ള അർത്ഥമാണ്. ഡയാ, ഡയാ TIA ഡയ എന്തർത്ഥം? ത്രൂ, കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട്, കംപ്ലീറ്റ്ലി. ഡയാലിസിസ് ഓർത്താൽ മതി, നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ് ആണല്ലോ ഡയാലിസിസ്. ഓക്കെ, ത്രൂ, കംപ്ലീറ്റ്ലി, ഡയ എന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. ഡിസ്, പൊതുവേ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് ഡിസ്ഫങ്ഷൻ. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമൽ ഫംഗ്ഷൻ എന്ന് അല്ലെ, എന്ന് വെച്ചാൽ എന്താ പറയാ, അസാധാരണമായിട്ടുള്ള ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് അബ്നോർമൽ എന്നുള്ള അർത്ഥമാണ്. അത് തന്നെയാണ് ടഫ്, എഗ്നൈസിങ്, അബ്നോർമൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. എഗ്നൈസിങ് മീൻസ് നമുക്ക് വേദനാജനകമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അബ്നോർമൽ, അസാധാരണമായിട്ട്. എക്ടോ, എക്ടോ എന്താണ്? ഔട്ട് ഫ്രം എന്നാണ് കേട്ടോ. എക്ടോ, എക്ടോ എന്താണ്? ഔട്ട് ഫ്രം ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇലക്ട്രോ, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നൊക്കെ പറയില്ലേ? ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്ന ECGയിലൂടെ അല്ലെ. അപ്പൊ ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. എൻഡോ, എൻഡോ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഇൻസൈഡ് ആണ് അല്ലെ. എൻഡോമെട്രിയം എന്നൊക്കെ പറയില്ലേ? എൻഡോമെട്രിയം ഇൻസൈഡ് ആണ് എൻഡോ. എന്ററോ, എന്ററോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്? റിലേറ്റിംഗ് ടു ഇൻഡസ്റ്റൈൻ, ഗാസ്ട്രോ എന്ററോളജി. എന്ററോ പഠിച്ചില്ലേ നമ്മളവിടെ? സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, കോളൻ, റെക്ടം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? സോ എന്ററോ റിലേറ്റിംഗ് ടു ഇൻഡസ്റ്റൈൻസ്. എപ്പി, EPI, അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്തത് 28, 31, 32, 34, 39 and 41 കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഷെയർ ചെയ്താണ് കേട്ടോ എടുക്കാം. ഓക്കെ, നിലുമിസോ ഷെയർ ചെയ്യും കേട്ടോ. ഇത് പിന്നെ എന്റെ അങ്ങനെ വരുമ്പോ ഞാനും എന്റെ പോർഷൻസ് ഇതിന്റെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാന് അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ വിഘ്നേഷ്, ഹാവ് എ നൈസ് ഡേ. ഹലോ മിസ്. പറഞ്ഞു. മിസ്, ഇപ്പോ ഞാൻ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാ കയറിയത്. മിസ്, ഇപ്പോ പ്രിഫിക്സ് സഫിക്സ് എന്നൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മെഡിക്കൽ ഫീൽഡിൽ അവര് ഡോക്ടേഴ്സ് തമ്മിൽ യൂസ് ചെയ്യുന്ന കോഡാണോ? അതെ, ഡോക്ടേഴ്സിന് അവർക്ക് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഡോക്ടറും പേഷ്യൻസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ല, അവർക്കിടയിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് ആയതുകൊണ്ടാണ് പ്രിഫിക്സ് സഫിക്സ് ഒക്കെ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ അൻസു, ചെയ്യാം കേട്ടോ. നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് റിവിഷൻ ക്ലാസ് ഒക്കെ വെക്കാം കേട്ടോ. ഓക്കെ, ശരിയല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി ഇത് മാർക്ക് ചെയ്തത് ആർക്കെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് മാർക്ക് ചെയ്ത് പഠിക്കാൻ പറയണം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.